മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ, അതുപോലെ മുടി കുറേയൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ പുതിയതായിട്ടൊക്കെ എന്ത് ചെയ്യണം, മുടി ഒന്ന് വളർന്ന് കിട്ടണം, നല്ല രീതിയിൽ തിക്ക് ഹെയർ ഒന്ന് ഉണ്ടായി കിട്ടണം. മുമ്പത്തെ ആദ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിപ്പോൾ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുണ്ടായിരിക്കും. അവർ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ നമ്മളെന്താ ചെയ്യൽ, നല്ലൊരു ഓയിൽ, നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല റീച്ചുള്ള നല്ല സ്റ്റാർ കിട്ടിയ ഓയിൽസുകൾ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യും, നല്ല രീതിയിൽ മസാജ് ചെയ്യും, അതേപോലെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. പക്ഷേ ചിലപ്പോൾ ഒന്ന് മുടിക്ക് കുറച്ച് വളർച്ച കിട്ടും, അല്ലെങ്കിൽ തിളക്കമൊന്ന് കൂടും, മുടിക്ക് വെച്ചിട്ട് ചിലപ്പോൾ ഒന്ന് കുറയൊക്കെ ചെയ്യും, ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഉദ്ദേശിച്ച രൂപത്തിൽ പലപ്പോഴും നമുക്ക് ആയി കിട്ടിയിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി അതും അല്ലെങ്കിൽ ഇത് ഈ ഓയിൽ നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, വീണ്ടും മുടി കൊഴിയും, അല്ലെങ്കിൽ വീണ്ടും മുടിയുടെ വളർച്ച കുറയും, ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുടി കൊഴിച്ചിലുണ്ട് അല്ലെങ്കിൽ മുടി വളർച്ച കുറവാണെന്നുണ്ടെങ്കിൽ വെറും പുറമെ മാത്രം എന്തെങ്കിലും അപ്ലൈ ചെയ്തത് കൊണ്ടോ ഒഴിഞ്ഞത് കൊണ്ടോ എന്തെങ്കിലും ഒറ്റമൂലി അപ്ലൈ ചെയ്തത് കൊണ്ടോ അത് പൂർണ്ണമായിട്ട് റിസൾട്ട് കിട്ടില്ല. ഇൻറ്റേർണലി നമ്മൾ അകത്തേക്ക് എന്ത് ചെയ്യണം, ഈ മുടി വളരാൻ, മുടിയുടെ ഹെയർ ഫോളിക്കിൾ നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടാനൊക്കെ സഹായകമാകുന്ന നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കൽ നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ഹെൽത്തും പ്രോപ്പറായിട്ട് വരും, ഇൻഫ്ലമേഷൻ കുറഞ്ഞു വരുള്ളൂ, നമ്മുടെ മുടിയും അതിനനുസൃതമായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ സഹായകരമാകുന്ന കുറച്ച് ഭക്ഷണങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ പേര് ഡോക്ടർ സിറാജി, മെഡിക്കൽ ഓഫീസർ, QNP ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വിഷയമാണ്. നമ്മൾ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ അല്ലെങ്കിൽ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്നുള്ള. അതിലാദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് മത്സ്യം. അതായത് നല്ല മത്തി നല്ലൊരു മത്സ്യമാണ്. അതേപോലെ തന്നെ സാൽമോൺ ഫിഷ് നല്ലൊരു ഇനമാണ്. ഈ മത്സ്യങ്ങൾ കഴിക്കുന്നത്, എസ്പെഷ്യലി സാൽമോണും മത്തി എടുത്ത് പറയാനുള്ള ഒരു കാരണം കൂടെയുണ്ട്, അതും കൂടെ നമുക്കൊന്ന് പറയാം. ഇത് കഴിക്കുന്ന സമയത്ത് ഇതിൽ 2 പ്രധാന ഗുണങ്ങൾ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്, ഒമേഗ 3 നല്ല റിച്ച് ആയിട്ടുള്ള മത്സ്യമാണ് ഈ പറഞ്ഞ മത്സ്യങ്ങളൊക്കെ. ഒമേഗ 3 നമ്മുടെ ബോഡിയിലേക്ക് വേണ്ട വിധം നല്ല രീതിയിൽ ലഭിക്കുകയാണെന്ന് എന്ത് ചെയ്യും, സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട്, നമ്മുടെ തലയോട്ടിയുള്ള സ്കിന്നുണ്ടല്ലോ അത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല നറിഷ്മെൻറ്റ് കിട്ടും, നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇപ്പോൾ ചിലപ്പോൾ പൊടിത്താരനൊക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കും, അപ്പോൾ ആ ഒരു ഡ്രൈനെസ് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു നോർമൽ ഒരു ഓയിലി നേച്ചർ കൊണ്ടുവരാൻ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടി പൊട്ടിപ്പോകുന്ന കണ്ടീഷൻ വരിക, മുടി പാറിപ്പോകുന്ന കണ്ടീഷൻ, മുടിയൊന്നും വാർന്നിട്ട് നിൽക്കുന്നില്ല, നല്ല രീതിയിൽ പാറിപ്പോവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഏറ്റവും ബെസ്റ്റ് പരിഹാരമാണ് അകത്തേക്ക് കഴിക്കാൻ ഒമേഗ 3 എടുക്കുക എന്നുള്ളത്. ഒമേഗ 3 അകത്തേക്ക് കഴിക്കുക എന്നുള്ളത് ഇത് നിലവിൽ എന്താണ് സപ്ലിമെൻ്റ് ആയിട്ട് ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ തന്നെ. അപ്പോൾ അതിനും കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഭക്ഷണത്തിലൂടെ കഴിക്കാൻ ഈ പറഞ്ഞ മത്തിയോ അയലയോ ഇനി അതുമല്ല തന്നെ സാൽമൺ വളരെ നല്ല റിച്ച് ആയിട്ടുള്ള ഒമേഗ 3 ഉള്ളതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഉണ്ട് ഈ മത്സ്യം കഴിക്കുന്നില്ല, അതെന്താണ്, വൈറ്റമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി അത് ആക്ച്വലി ഒരു ഹോർമോൺ എന്നതുപോലെ ബോഡിയിൽ അങ്ങേയറ്റം ഫങ്ഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ അത് മുടിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഹെയർ ഫോളിക്കിൾ ഉണ്ടല്ലോ, അതായത് മുടി വളരുന്ന ആ ഒരു മുടി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഹെയർ ഫോളിക്കിൾ, മുടി വളരുന്ന സ്ഥലം, അപ്പോൾ ആ ഒരു ഹെയർ ഫോളിക്കിൾ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പലപ്പോഴും ഉണ്ടാകുന്ന ഈ അലോപേഷ്യ ഏരിയേറ്റ, അതേപോലെ തന്നെ പ്രായം കൂടുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഏജ്ഡ് ആയിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മുടെ മുടിയുടെ തിക്നെസ്സൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മൾ പോലും അറിയാണ്ട് എന്ത് ചെയ്യും, മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കൂടിയിട്ട് ഉള്ളിൽ എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു സ്കാൽപ്പിൻ്റെ തലയോട്ടിയുടെ അടയാളമൊക്കെ നമ്മൾ കണ്ടുവരുന്നൊരു സമയമുണ്ട്. നമ്മൾക്ക് പ്രായമായോ, മുടി കൊഴിച്ചിൽ കൂടിയോ എന്നെല്ലാം തോന്നുന്നൊരു സമയം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു തരം മുടി കൊഴിച്ചിൽ തന്നെയാണ്. അപ്പോൾ അത് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, അതൊക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, വേറെ ഒന്നുമല്ല, ഹെയർ ഫോളിക്കിൾ, മുടി വളരുന്ന ഫോളിക്കിൾസിന് ഡാമേജ് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഫോളിക്കിൾസിൻ്റെ ഡാമേജ് നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമുക്കറിയാം
ഈ മുടി വളരാൻ ഒരു സ്റ്റേജുകളുണ്ട്, ഓരോ സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജുകളും മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മീൻ കഴിക്കുന്നതിലൂടെ, മത്സ്യം കഴിക്കുന്ന എസ്പെഷ്യലി സാൽമൺ, മത്തി പോലെയുള്ളത്, ചാള പോലെയുള്ളത് കഴിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുണ്ട് മുടിക്ക് വേണ്ട പ്രധാന 2 ഘടകങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് എന്താണ്? ഒമേഗ 3 ആണ്. രണ്ടാമത്തേത് വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ അത് മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യും, മുടി തിക്നെസ് കൂട്ടുകയും ചെയ്യും, മുടി വളർച്ച അധികരിപ്പിക്കുകയും ചെയ്യും. ഇനി രണ്ടാമതാണ് നമ്മുടെ മുട്ട എന്ന് പറയുന്നത്. മുട്ട നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കാരണം അതിൽ ബയോട്ടിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അത് നല്ല രീതിയിൽ നമ്മുടെ മുടി വളർച്ചയെ സഹായിക്കുന്നതാണ്. പലപ്പോഴും പല സ്റ്റഡീസിൽ നമുക്ക് കാണാൻ കഴിയും ഈ മുടിക്കുണ്ടാകുന്ന സ്ട്രക്ചറുണ്ട്, ആ സ്ട്രക്ചറൽ പ്രോട്ടീനാണ് ബേസിക്കലി പറയുന്ന ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോട്ടിൻ നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു ഭക്ഷണമാണ് എഗ്ഗ്, മുട്ട എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? മുടി കൊഴിച്ചുള്ള ആളുകൾ, പ്രത്യേകിച്ച് മുടി പൊട്ടിപ്പോകുന്ന ആളുകൾ, ഒരു ഇലാസ്റ്റിസിറ്റി ഒന്നും കിട്ടാതെ പെട്ടെന്ന് ബ്രിട്ടിലായി പോകുന്ന കണ്ടീഷൻ, അതുപോലെ അറ്റം വിണ്ട് കീറുന്ന പോലെ കണ്ടീഷൻ വരിക, മുടി പാറുന്നൊക്കെ ഒരു അവസ്ഥ വരിക, മുടിയുടെ തിക്നെസ് കുറഞ്ഞ കണ്ടീഷനൊക്കെ ആവുക, ഇങ്ങനെയുള്ള ആളുകൾ മുട്ട എന്ത് ചെയ്യണം? ദിവസവും 2 or 3 എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ബയോട്ടിൻ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുടിയുടെ ഒരു ക്യൂട്ടിക്കലിൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ ഒരു നല്ലൊരു ഫിനിഷിങ്, നല്ലൊരു ബ്രൈറ്റ്നെസ് വരുത്തൽ മുടിക്ക്, അത് നന്നായിട്ട് കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ മുടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? മുട്ട നല്ലൊരു ചോയ്സാണ്. അത് നിർബന്ധമായിട്ട് ദിവസം കഴിക്കാൻ ശ്രദ്ധിക്കുക. ബയോട്ടിൻ പ്രോപ്പറായിട്ട് എടുക്കുന്ന സമയത്ത് മുടി പൊട്ടലും മുടി കൊഴിച്ചിലൊക്കെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. ഇനി മറ്റൊരു ഭക്ഷണം നമുക്ക് നോക്കുകയാണെങ്കിൽ മുളങ്കൂമ്പ് എന്ന് പറയുന്ന ഒരു സംഗതി. അത് മുളയുടെ ആ കൂമ്പുണ്ടല്ലോ, പണ്ടൊക്കെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരുന്ന സംഗതി മുളങ്കൂമ്പ് എന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുടിയുടെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിൽ നല്ല രീതിയിൽ സിലിക്ക അടങ്ങിയിട്ടുണ്ട്. ഈ സിലിക്ക എന്ന് പറയുന്നത് അതുപോലെ സിങ്ക്, ഇതൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ച നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നു, മുടി കൊഴിച്ചിൽ കുറക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ സിലിക്ക നല്ലോണം അടങ്ങിയത് കൊണ്ട് തന്നെ മുടിയുടെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താൻ ഇത് നന്നായിട്ട് സഹായിക്കും. മുടിയുടെ ഷേപ്പ് നിലനിർത്താൻ നന്നായിട്ട് സഹായിക്കും. മുടിയുടെ ഒരു പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കണ്ടീഷനൊക്കെ എന്ത് ചെയ്യും? മാറാൻ ഈ പറഞ്ഞ മുളങ്കൂമ്പ് നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തോ നമ്മൾ അറിയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മുടി കൊഴിച്ചിലുള്ള ആളുകൾ അത് എന്ത് ചെയ്യുക? അകത്തേക്ക് കഴിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സിലിക്ക അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മാഗ്നീഷ്യം പോലെയുള്ളത്, അയൺ പോലെയുള്ള മറ്റു എന്ത് ചെയ്യും? മിനറൽസ് കാര്യങ്ങളൊക്കെ ഈ മുളങ്കൂമ്പിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കുലേഷൻ പ്രോപ്പറാക്കാനും അതുപോലെ നറിഷ്മെൻറ്റ് കിട്ടാനൊക്കെ ഇത് നന്നായിട്ട് വല്ലാതെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമൂലം ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും? മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും നമുക്ക് നന്നായിട്ട് സഹായിക്കും. നല്ല രീതിയിൽ മുടി വളരാനും ഈ പറഞ്ഞതുപോലെ സഹായിക്കുന്നൊരു ഘടകമാണ്. ഇനി അതേപോലെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാണ്ട് ഒഴിവാക്കുന്നൊരു സംഗതിയാണ് ലിവർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ബീഫിൻ്റെ ലിവറാണ്. ഈ ബീഫിൻ്റെ ലിവർ എന്ന് പറയുമ്പോൾ എല്ലാ ബീഫിനും ഇത് പറ്റില്ല, എല്ലാതും പറ്റും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന എപ്പോഴും പുല്ല് മാത്രം കഴിച്ച് വളരുന്ന ബീഫിൻ്റെ ലിവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഒരു റിച്ച് മിനറൽസ് ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞ ബീഫിൻ്റെ ലിവർ എന്ന് പറയുന്നത്. അതിൽ അയൺ ഉണ്ടായിരിക്കും, കോപ്പർ ഉണ്ടായിരിക്കും, മാഗ്നീഷ്യം ഉണ്ടായിരിക്കും, സിങ്ക് ഉണ്ടായിരിക്കും, വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഭക്ഷണത്തിന് ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഇനി മുതൽ മുടി കൊഴിച്ചിലുള്ള ആളുകൾ ഒരു പ്ലേറ്റ് ബീഫ് കഴിക്കണത് നല്ലതാണ്. മുടി കൊഴിച്ചിലും മുടി വളരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, മുടി കൊഴിച്ചിൽ കുറയാനും മുടി വളരാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ, സ്കിന്ന് നല്ല രീതിയിൽ ഹെൽത്തി ആകാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല ലിവർ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക. അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഇതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം. കാരണം ഇതിൽ അയൺ നല്ല തോതിലുണ്ടായിരിക്കും. നമുക്കറിയാം അയൺ കുറഞ്ഞിട്ട് എന്ത് ചെയ്യും? അനീമിയ വരും, അല്ലേ? ഹീമോഗ്ലോബിന് കുറയും, അനീമിയ വരും. അനീമിയ വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ ശരിയായ രീതിയിൽ സർക്കുലേഷൻ നടക്കില്ല, മുടി കൊഴിച്ചിൽ നല്ല രീതിയിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, രക്തക്കുറവുള്ള ആളുകൾക്ക് ബെസ്റ്റ് ചോയ്സാണ് ഈ ലിവർ കഴിക്കുക എന്നുള്ളത്, ബീഫിൻ്റെ ലിവർ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? അയൺ ഉണ്ട്, രക്തം കൂടും,
നല്ല രീതിയിൽ ഹീമോഗ്ലോബിന് നോർമലായിട്ട് വരും. അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ നമുക്ക് കുറയ്ക്കാനും പറ്റും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇതിൽ കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ഈ കോപ്പറിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ നിറം നൽകുന്ന മെലാനിൻ ഉണ്ടല്ലോ, ഈ മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഹെൽത്തി ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് കോപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയേണും കോപ്പറൊക്കെ എന്തിലുണ്ട്? ഈ പറഞ്ഞ ലിവറിലുണ്ട്. അപ്പോൾ നല്ല ക്ഷീണമുള്ള ആളുകൾ, മുടി കൊഴിച്ചുള്ള ആളുകൾ, അതേപോലെ തന്നെ നല്ല രീതിയിൽ രക്തക്കുറവുള്ള ആളുകൾക്ക്, ഹീമോഗ്ലോബിൻ കുറഞ്ഞ ആളുകൾക്ക്, എന്ത് ചെയ്യുക, മുടി കൊഴിയുന്ന ആളുകൾക്ക്, മുടി കൂടുതൽ വളരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പറഞ്ഞ ബീഫിൻ്റെ ലിവർ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു പ്ലേറ്റ് ബീഫ് 1-2 ദിവസങ്ങളിലും സ്ഥിരമാക്കണം എന്ന് ഞാൻ പറയുന്നില്ല, കഴിക്കാൻ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ആ ഒരു മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ഒന്ന് ഇടപെട്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണത്തിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ എക്സസൈസ് സപ്ലിമെൻ്റ് ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ വേറൊരു മെഡിസിൻ കഴിക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഓയിൽ തേക്കുന്നുണ്ട്, പക്ഷെ ഒന്നുകൊണ്ട് റിസൾട്ടൊക്കെ ഒന്ന് കിട്ടണം, ഒന്നുകൊണ്ടൊന്ന് പ്രോപ്പറായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അവർക്ക് എന്ത് ചെയ്യാം, ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മളൊരു മെഡിസിൻ കഴിക്കുന്നതിനേക്കാളും ബെസ്റ്റ് എന്താണ്, നമുക്ക് ഈ ഭക്ഷണങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇത് കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഒന്നാകെ ഒരു ദിവസം കഴിക്കരുത്. ഇപ്പോൾ ലിവർ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യും, ലിവർ കഴിക്കണം എന്ന് ഫുൾ ടൈം ലിവർ കഴിക്കണം എന്നില്ല. ഒരു നിശ്ചിത സമയം നിശ്ചിത എമൗണ്ട് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. കാരണം അമിതമായി കഴിഞ്ഞാൽ മറ്റു പല ബുദ്ധിമുട്ടുകളും വരാം. അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ. ഈ ലിവർ കഴിക്കുക, നല്ല മീൻ കഴിക്കുക, മുട്ട കഴിക്കുക, അതേപോലെ ബാമ്പു ഷ്രബ്സ് ഉണ്ടല്ലോ, ബാമ്പുവിൻ്റെ മുളങ്കും എന്ത് ചെയ്യുക, നമ്മൾ കഴിക്കാൻ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതിന് കൂടെ തന്നെ ഹെയർ നല്ല ട്രീറ്റ്മെൻറ്റുകൾ കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ മുടി കൊഴിച്ചിൽ നമുക്ക് മാറ്റിയെടുക്കാം. പുതിയ ഹെയർ ഫോളിക്കിൾസ് ഗ്രോത്ത് കൂട്ടാനും നമുക്ക് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മുടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയണം, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കണം, എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെ കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്തെ എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക്